ജോണറിൽ തന്നെ വരും. അത് ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് എന്താ പറയാ, ഇപ്പോൾ ഉള്ള സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സ് സന്തോഷിച്ച് കാണാനും പറ്റുന്ന ഒരു സിനിമയാണ്. അടിപൊളിയല്ലേ. അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് സാറ് ജഡ്ജായിട്ട് ശരിക്കും തനി ജഡ്ജിന്റെ അത്. പിന്നെ സൈജേടം പറയണ്ടല്ലോ, കോമഡി നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, നോ ഡൗട്ട്. നല്ല പടം. കോമഡി അല്ല, കോമഡി ഉണ്ട് അതില്, പക്ഷെ സീരിയസ് ഒരു വിഷയം സെക്കൻഡ് ഹാഫിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു എന്റർടൈനർ ആണ്. എല്ലാരും നന്നായിട്ട് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. കോമഡി നല്ല ഫൺ മൂവിയാണ്. ഇറ്റ് വാസ് റിയലി ഫണ്ണി. സെക്കൻഡ് ഹാഫ് നല്ല ഫണ്ണി ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് പറയണ്ടല്ലോ, എവരിബഡി ഡിഡ് എ വെരി ഗുഡ്. നല്ല അടിപൊളിയാണ്. സൈജു കുറുപ്പ് ജീവിക്കുകയാണ്, അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. പിന്നെ ഡയറക്ടർ സാറിന്റെ ചിരി പോലെ തന്നെയാണ് പടവും. വൻ വിജയമാണ്. ഞാനിതില് ഒരു മാവോയിസ്റ്റിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. അതിന് വളരെയേറെ നന്ദി പറയാനുള്ളത് ജിഷ രജീഷിനോടും ജിഷയോടുമാണ്. ഒരു സാധാരണ പോലീസുകാരന്റെ കഷ്ടപ്പാടും കൂട്ടും മാവോയിസ്റ്റിന്റെ കഥയാസ്പദമാക്കി എടുത്താണ്. അടിപൊളി ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്. ഒരു വൻ വിജയമാകട്ടെ. ഞാനും അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയുകയല്ല, നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും കണ്ട് അടിപൊളിയാണല്ലോ. സൈജോട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് സാറും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ എന്താ പറയുക, സൈജു കുറുപ്പ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് തോന്നി. ആക്ച്വലി എല്ലാവരും പോയി കാണണം കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ എന്താണ് പുതിയൊരു രീതിയിലുള്ളൊരു ഇതാണ്. നമ്മുടെ ഡയറക്ടറിന്റെ അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ്. ഇനി ഇതേപോലെ പുതിയ സിനിമ ഉണ്ടാവുമല്ലോ. ആക്ച്വലി ഇത് റിയൽ ലൈഫ് കണക്റ്റഡ് ആയിട്ടുള്ളതല്ലേ. പിന്നെ ഈ ഫ്ലാസ്ക് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് നോർമൽ പീപ്പിളിനെ അറിയാത്തതുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഇതേപോലെ ഫ്ലാസ്കുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ ആലോചിക്കും. ആക്ച്വലി റിയൽ ലൈഫിലെ ഓരോരോ കഥാപാത്രങ്ങളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് സിനിമകൾ എടുക്കുമ്പം അതിന്റെ റിയാലിറ്റി കുറച്ചും കൂടെ കൂടുമല്ലോ. സിനിമയ്ക്ക് എപ്പോഴും ഇങ്ങനെയുള്ള പുതിയ ഓരോരോ ക്യാരക്ടേഴ്സിനെ തേടിയെടുത്ത് സിനിമയാക്കുമ്പോഴാണല്ലോ അത് അടിപൊളിയാവുന്നത്. ആക്ച്വലി ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത് ഫ്ലാസ്ക് ഇങ്ങനൊരു ഇതുണ്ടെന്ന് പോലും. ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. നിങ്ങൾ കാണൂ, തിയേറ്ററിൽ തന്നെ വന്ന് കാണും. പ്രേക്ഷകർ ഇതിപ്പോ കൂടുതലും ക്രൂവിന് വേണ്ടിയിട്ടുള്ള ഷോ ആയിരുന്നോട്ട് നമ്മുടെ ടീം തന്നെയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാലും ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതങ്ങനെ ചോദിച്ചാൽ അതൊരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയാം. എന്നാൽ ഡെഫിനറ്റായിട്ടും ഹ്യൂമർ ഉണ്ട്. സൈചേട്ടന്റെയും സുരേഷ് കൃഷ്ണ അവരുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ആണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. നന്നായിട്ട് സുരേഷിനെ കൺവിൻസ് ഇച്ചിരി എളുപ്പമാണ് സത്യത്തിൽ. പുള്ളി വിചാരിക്കുന്നത്ര പാടില്ല. ഈ ഒരു ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചത് സുരേഷ് ചേട്ടനാണ്. ഇൻഫാക്ട് സുരേഷ് ചേട്ടന് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു പടമാണ്. പിന്നെ ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ചെയ്യുവാണ് ചെയ്തത്. അപ്പം ആ റോള് ആദ്യം ചെയ്യാനായിട്ട് സുരേഷ് ചേട്ടൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒന്നും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. കണ്ടല്ലോ ഇങ്ങനെ തോളും കാര്യങ്ങളൊക്കെ നല്ലതല്ല. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ലോ അല്ലേ. അതങ്ങനെ പോട്ടെ, അതൊരു വഴിക്ക് പോട്ടെ. അപ്പൊ എല്ലാവരും ഫ്ലാസ്ക് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.